പെൺകുട്ടിക്ക് ആങ്ങളമാരോ ചേട്ടന്മാരൊക്കെയോ ഉള്ളതിനെ പറ്റി എന്താ ഉണ്ടാവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആർക്കും നല്ലത്? ആരുണ്ട് എനിക്ക് നല്ലത്. ഒരു ഒറ്റ മോൾ കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതെന്താ ഒറ്റ മോൾ കുട്ടി? അത് മറ്റേ ജോലിക്കും പോണ്ട, ചുമ്മാ ഇങ്ങനെ ഇരുന്നാ മതി. കുറെ വീഡിയോ ഉണ്ടാക്കാം, ഫ്രീഡം ഓഫ് ജോബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എവിടെ ഒഴിവാക്കാൻ പറ്റുമോ? ഞാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കണം എന്ന് ഓർക്കണം. കണ്ടന്റും ചെയ്ത് എഡിറ്റും ചെയ്ത് അത് കൊടുത്താലല്ലേ അത് ക്രിയേറ്റ് ചെയ്ത് വലുതാക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കാൻ ഞാൻ വേണം, അല്ലാതെ എന്റെ അമ്മയെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. ഓക്കെ, അപ്പം ഇതുവരെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആയിട്ടില്ല. അതെ, ഞാൻ പറയാം, ഒരു +2 ആയ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് പുറകെ നടന്നിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലൊരു കൊച്ച് സിൽവർ ബട്ടനൊക്കെ കണ്ടപ്പോ കിട്ടിയപ്പോ ആ കുട്ടി അതൊക്കെ കാണുന്നുണ്ടോ? അത് കണ്ട് ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയച്ച്. അപ്പൊ അന്നത്തെ വാശി ഞാൻ ഇപ്പൊ തീർത്ത്. ഞാൻ അങ്ങനെ പുറകെ കിടന്ന് കുറെ നാൾ പുറകെ കിടന്ന് എന്നിട്ട് സെറ്റായില്ല. അപ്പൊ കുറച്ച് കാലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ അത്യാവശ്യം ഒന്ന് റീച്ച് ആയപ്പോഴത്തേക്ക് എന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ ബിസിയാണ്, സംസാരിക്കാൻ സമയമൊന്നുമില്ല. ഉള്ളതാണ്, ഉള്ളതാണ്. ഞാൻ ഇതിന് കള്ളം പറയണത്. ഞാൻ വിശ്വസിച്ചു. നാട്ടുകാരും വിശ്വസിക്കുമായിരിക്കും. വിശ്വസിച്ചേ പറ്റുള്ളൂ. വിശ്വസിക്കണോ എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കാല് പിടിച്ച് പറ വിശ്വസിക്കണോന്ന്. ചുമ്മാ മരം ബാക്കി പറ. എന്നിട്ട് എന്തിനാ അവളിങ്ങനെ ഇത് റീച്ച് ആയതിനു ശേഷം എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നുമില്ല. റീച്ച് ആയതിനു ശേഷം അവളെ മെസ്സേജ് ഒക്കെ അയച്ച് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എന്നിങ്ങനെ അവള് കുഴഞ്ഞു വന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് വരണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കൂലെന്ന് ആ രീതിയിൽ തന്നെ സ്റ്റാൻഡ് ഇട്ട് നിന്ന്. എന്നിട്ട് എന്തിനാ ഇപ്പൊ മെസ്സേജ് നോക്കില്ല. കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ ഇതുപോലെ നടന്നു. അതും സെറ്റായില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നടന്ന പോലെ. അടുത്ത അത് വേറെ ടെസ്റ്റ് നമ്പർ 2 അല്ല, അത് എത്ര 3 4 അതായത് നമ്പറില്ല. ഓക്കെ, അപ്പൊ അതും ഇങ്ങനെ പുറകെ നടന്ന് അതും സെറ്റായില്ല. അപ്പൊ ആ കൊച്ചിനെ ആ സമയത്ത് നമ്മുടെ ഒരു സീനിയറായിട്ട് സംഭവം സെറ്റായി പോയി. അപ്പം അതും പോയി കിട്ടി. അത് ശരിയാണ്. ഇനി നടക്കുന്നില്ല. ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. അവിടെയോ ആരിക്കോ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോണ്. നാണം കണ്ടാലേ അറിയാം എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പം അരുൺ പറഞ്ഞു ഒരു കുഞ്ഞ് എഞ്ചിനീയർ ആണെന്ന്. അപ്പൊ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പം ഇവിടെ പഠിച്ചവരൊക്കെ എല്ലാം നല്ല ജോലിക്കൊക്കെ കയറിയിട്ടുണ്ട്. ഗൾഫിൽ പോയവരുണ്ട്, പല രാജ്യങ്ങളിലായിട്ട് പലരും ഉണ്ട്. അപ്പൊ എന്നെ ഇതുപോലെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫസ്റ്റ് കോവിഡ് ഒക്കെ കഴിഞ്ഞ് കെട്ടിക്കാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല.